نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أغير الله أبغي ربا وهو رب كل شيء ولا تكسب كل نفس إلا عليها ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم فيه تختلفون وهو الذي جعلكم خلائف الأرض ورفع بعضكم فوق بعض درجات ليبلوكم فيما آتاكم إن ربك سريع العقاب وإنه لغفور رحيم صدق الله العلي العظيم. സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കി അംഗീകരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്തു. അള്ളാഹു അല്ലാത്ത മറ്റാരെയെങ്കിലും രക്ഷിതാവായി സ്വീകരിക്കണമെന്നാണോ ലോകമേ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്? എല്ലാറ്റിൻ്റെയും രക്ഷിതാവ് ആ അള്ളാഹുവാണല്ലോ. എല്ലാറ്റിനെയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റാരെങ്കിലും രക്ഷിതാവായി, ഏതിനെയെങ്കിലും രക്ഷിതാവായി സ്വീകരിക്കണമെന്നാണോ ലോകമേ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്? ഏത് മനുഷ്യൻ എന്ത് ചെയ്താലും ആ ചെയ്യുന്നതിൻ്റെ നല്ലതും അല്ലാത്തതുമായ ഫലം അവൻ തന്നെ അനുഭവിക്കേണ്ടി വരുമല്ലോ. അതേത് മനുഷ്യനായാലും ചെയ്ത പ്രവൃത്തി, അതിൻ്റെ നല്ല ഫലവും അതിൻ്റെ ദുഷ്ഫലവും അനുഭവിക്കേണ്ടത് അവൻ തന്നെയല്ലേ. ആ സ്ഥിതിക്ക് ഞാൻ എൻ്റെ രക്ഷിതാവായ അള്ളാഹു അല്ലാത്ത ഒരാളെ രക്ഷിതാവായി സ്വീകരിക്കണമെന്നാണോ എന്നോട് ആവശ്യപ്പെടുന്നത്? ഒരാളും മറ്റൊരാളുടെ കുറ്റത്തിൻ്റെ ഭാരം ചുമക്കേണ്ടി വരികയില്ലല്ലോ. ഓരോരുത്തരും ചെയ്ത കുറ്റങ്ങളുടെ ഭാരം ചുമന്നുകൊണ്ട് അവരവർ തന്നെ വരേണ്ടതില്ലേ ആ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക്? എന്നിട്ടും നിങ്ങൾ ആ അള്ളാഹു അല്ലാത്ത മറ്റാരെയെങ്കിലും രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണോ? അങ്ങനെ നിങ്ങൾ പാപം ചുമന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ വരേണ്ടി വരുമല്ലോ. എല്ലാവരും അങ്ങോട്ടല്ലേ മടങ്ങിച്ചെല്ലേണ്ടത്. ഓരോരുത്തരും ചെയ്ത കർമ്മങ്ങളെക്കുറിച്ച് അവൻ നിങ്ങളോട് വിവരിച്ചു തരുമല്ലോ. നിങ്ങളെന്തിനാണ് അതിൻ്റെ പേരിൽ ഇവിടെ
ശബ്ദമുണ്ടാക്കുന്നത്. പടച്ചവന്റെ അടുത്തേക്ക് വിട്ടാൽ പോരെ? നിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലൊക്കെ വിധി പറയുന്നവൻ അവനല്ലേ? അങ്ങനെ വിധി പറയുന്ന ഒരു കോടതിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്തേണ്ടതില്ലേ? ഞാനും അവിടെ എത്തേണ്ടവനല്ലേ? എന്നിട്ടും നിങ്ങൾ എന്നോട് ആ അല്ലാഹുവല്ലാത്ത മറ്റാരെയെങ്കിലും രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണോ? ഖുർആനിന്റെ വല്ലാത്ത ഒരു ചോദ്യമാണത്. അവനല്ലേ ഈ ഭൂമിയിൽ നിങ്ങളെ ഖലീഫമാരാക്കിയത്? വഹുവല്ലദീ ജഅലക്കും ഖലായിഫൽ അർദ്. ഈ ഭൂമിയുടെ ഖലീഫമാരാക്കിയത് അവനല്ലേ? ഭരണാധികാരി എന്ന അർത്ഥത്തിലല്ല, അള്ളാഹുവിന്റെ പ്രതിനിധികൾ എന്ന അർത്ഥത്തിൽ. അള്ളാഹുവിന്റെ പ്രാതിനിധ്യം ഏൽപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് അയച്ചത്, നിങ്ങളെ അയച്ചത് അവനല്ലേ? അവന്റെ പ്രാതിനിധ്യമാണോ നിങ്ങൾ നിർവഹിക്കുന്നത്? അവൻ ഈ ഭൂമിയിൽ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത്? പറയാൻ പറഞ്ഞ കാര്യങ്ങളാണോ നിങ്ങൾ പറയുന്നത്? ഉണ്ടാക്കാൻ പറഞ്ഞ കാര്യങ്ങളാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നുണ്ടോ? അവനല്ലേ ഈ ഭൂമിയിൽ നിങ്ങളെ ഖലീഫമാരാക്കിയത്? അങ്ങനെയല്ലേ നിങ്ങളുടെ ആദ്യ പിതാവിനെ, നിങ്ങളുടെ ആദ്യത്തെ മാതാവിനെ ഈ ഭൂമിയിലെ ഖലീഫമാരാക്കി അയച്ചത്? അവരുടെ രണ്ടുപേരുടെയും മക്കളല്ലേ നിങ്ങൾ? എന്നിട്ട് ആ ഖലീഫയുടെ ദൗത്യം നിർവഹിച്ചവരാണോ നിങ്ങൾ? ബാധ്യതകൾ നിർവഹിച്ചവരാണോ നിങ്ങൾ? എന്താ നിങ്ങളിങ്ങനെ ആയിപ്പോയത്? അവനല്ലേ നിങ്ങൾ ഖലീഫമാരാക്കിയത്? ആ ഖിലാഫത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് ചിലരെക്കാൾ കൂടുതൽ കഴിവും സ്വാധീനവുമൊക്കെ അള്ളാഹ് നൽകിയിട്ടുണ്ട്. ചിലർ വളരെ ശക്തരാണ്, മറ്റു ചിലർ ദുർബലരാണ്. ചിലരുടെ കയ്യിൽ ഒരുപാടുണ്ട്, മറ്റു പലരുടെയും കയ്യിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ അല്പമുണ്ട്. ചിലർ നല്ല സുന്ദരന്മാരാണ്, മറ്റു പലരും അതിൻ്റെ അപ്പുറമാണ്, ഇപ്പുറമാണ്. ചിലർ എല്ലാ അധികാരങ്ങളും കയ്യിലുള്ളവരാണ്, ചിലരുടെ കയ്യിൽ ഒരു അധികാരവുമില്ല. ചിലർക്ക് നിങ്ങളെ കൊല്ലാമെന്ന് തീരുമാനിക്കുവാനുള്ള അധികാരമുണ്ട്, മറ്റു പലർക്കും അങ്ങനെ കൊല്ലാമെന്ന തീരുമാനമെടുത്തപ്പോൾ മരിച്ചു കൊടുക്കാനല്ലാതെ മറ്റൊന്നും കഴിയാത്തവരാണ്. ഇതൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾ സ്വയം ആർജിച്ചതാണെന്ന്? അല്ല, അതൊരു പരീക്ഷണമാണ്. ലിയബ്ലുവക്കും ബിമാ ആതാക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയതിൽ നിങ്ങളെ അവൻ പരീക്ഷിക്കുകയാണ്. നിന്റെ കയ്യിലുള്ളത് അവന്റെ കയ്യിലില്ലാത്തത്. അങ്ങനെ ഇല്ലാത്തവനെയും ഉള്ളവനെയും ഈ ഭൂമിയിൽ ഖലീഫമാരാക്കിയത് നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാനാണ്, പരിശോധിക്കാനാണ്. കിട്ടിയത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു, എന്തിനായിരുന്നു നിങ്ങളുടെ ആ കഴിവ്, നിങ്ങളുടെ സ്വാധീനം, നിങ്ങളുടെ വിജ്ഞാനം, അതേപോലെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മറ്റനുഗ്രഹങ്ങൾ, അതെന്തിനാണ് നിങ്ങൾ ചെലവാക്കിയത്? അതൊരു പരീക്ഷണമാണ്. ലിയബ്ലുവക്കും ബിമാ ആതാക്കും. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു, രക്ഷിതാവായ അല്ലാഹു, അവൻ വളരെ വേഗം ശിക്ഷിക്കുന്നവനാണ്. ശിക്ഷിക്കുന്നവൻ, ഇന്ന റബ്ബക സരീഉൽ ഇഖാബ്, വളരെ വേഗം ശിക്ഷിക്കുന്നവൻ. ചിലപ്പോൾ ശിക്ഷ കുറെ പിന്തിച്ചേക്കാം, പക്ഷേ പലപ്പോഴും അവൻ വളരെ വേഗം ശിക്ഷിച്ചേക്കും. സരീഉൽ ഇഖാബാണ് അവൻ. അതേപോലെ തന്നെ കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. പക്ഷേ ശിക്ഷിക്കുക എന്നതല്ല, അതിനപ്പുറം വഇന്നഹു ലഗഫൂറുർ റഹീം, വളരെ കൃപയുള്ള, പാപങ്ങൾ പൊറുക്കുന്ന, കുറ്റങ്ങൾ പുറത്തു കൊടുക്കുന്നവനുമാണവൻ. ശിക്ഷിക്കുന്നവനാണവൻ, പൊറുക്കുന്നവനുമാണവൻ. നല്ല ഒരു ശൈലിയിൽ മനുഷ്യ മനസ്സിന്റെ ഉള്ളിലേക്ക് ഖുർആൻ ഇറങ്ങിച്ചെല്ലുകയാണ്. ഇവിടെ മാത്രമല്ല,
പലപ്പോഴും ഖുർആൻ അങ്ങനെ ഇറങ്ങിച്ചെല്ലാറുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ ഖുർആൻ വായിക്കാറില്ല എന്നതുകൊണ്ടാണ് നമ്മുടെ മനസ്സുകളിലേക്ക് പലപ്പോഴും ഖുർആൻ ഇറങ്ങി വരാത്തത്. ഇത് അല്ലാഹു നമ്മളോട് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നത്. ഇത് മുമ്പിൽ വെച്ചുകൊണ്ട് ചില സാധാരണ മര്യാദകൾ ഒരു മോമിനായ മുത്തഖിയായ മുസ്ലിമായ ഒരു മനുഷ്യനുണ്ടാകേണ്ട സാധാരണ മര്യാദകൾ ചിലതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഉദ്ദേശിക്കുക. കഴിഞ്ഞ ഖുതുബയിൽ തൊഴിൽ ചെയ്യുന്നവരെക്കുറിച്ച്, പണിയെടുക്കുന്നവരെക്കുറിച്ച് പറഞ്ഞിരുന്നു. കുറച്ചുകൂടി തുടരേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഖുതുബ ഭാഗത്തേക്ക് ഞാൻ ഇപ്പോൾ തിരിച്ചുവിടുന്നില്ല. കുറച്ചുകൂടി ഗഹനമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഇനിയത്തെ വിശദീകരണം. വലിയ ഗഹനമുള്ള വിഷയങ്ങൾ തന്നെ പറഞ്ഞ് അല്ലാതെ പ്രയാസപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് ഞാൻ വളരെ ലളിതമായ ചില കാര്യങ്ങൾ ഈ ഖുതുബയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കും. തൊഴിൽ ചെയ്യുന്ന, പണിയെടുക്കുന്ന ആളുകളുടെ രണ്ടാമത്തെ വിശദീകരണം കുറച്ചുകൂടി ഗഹനമാണ്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ വിവരിക്കും. ഒരു സാധാരണ മനുഷ്യന്റെ നല്ല ഗുണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നോരോന്നായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ അബൂദർ ഗിഫാരി എന്ന സഹാബി, ഗിഫാർ ഗോത്രത്തിലെ പ്രഗത്ഭനായിരുന്നു അദ്ദേഹം. ഹജ്ജ് കാലത്ത് ഹജ്ജിന് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വരുന്ന ആൾക്കാരുമായി കണ്ടുമുട്ടി അള്ളാന്റെ ദീൻ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നല്ലോ നബിക്ക്. മക്കയിൽ ജനിച്ച് മക്കയിൽ വളർന്ന് 40 വയസ്സ് ആകുന്നത് വരെ മക്കയിൽ നല്ലവനായി ജീവിച്ച് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി, പ്രിയപ്പെട്ടവനായി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതലോ അതിനു മുമ്പോ കഴിഞ്ഞുപോയ അംബിയാ മുർസലുകളുടെ കാലം മുതലോ ഒക്കെ കഅബ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആദരണീയ മന്ദിരത്തെ ചുറ്റിപ്പറ്റിയുള്ള ഹജ്ജ് എന്ന് പറഞ്ഞ കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അള്ളാന്റെ റസൂല് അവിടെ ഹജ്ജിന് പോയില്ല. 40 വയസ്സ് വരെ മക്കയിൽ കുട്ടിക്കാലം മുതൽ, ബാല്യകാലം മുതൽ, യുവത്വം മുതൽ അങ്ങനെ വിവാഹം കഴിച്ച് കുട്ടികളും മക്കളും ഒക്കെ ആയിട്ടു പ്രവാചകനാകുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് ഹജ്ജ് ചെയ്തില്ല. ഹജ്ജിന് വരുന്ന ആൾക്കാരുമായി പലയിടങ്ങളിലായി കണ്ടുമുട്ടിയിരുന്നു. അങ്ങനെ കണ്ടുമുട്ടിയതിൽ ഒരാളായിരുന്നു അബൂദർ. ജീവിതാന്ത്യം വരെ വളരെ ഉന്നതമായ ഒരു ഇസ്ലാമിക സംസ്കാരം നിലനിർത്തി അവസാനം അദ്ദേഹത്തെ സംസ്കരിക്കുവാൻ പോലും ആളുകളില്ലാത്ത ഒരു മേഖലയിൽ മരിച്ച് ലോകത്തോട് വിട പറയേണ്ടി വന്ന മഹാനായ ഒരു സഹാബിയായിരുന്നു അദ്ദേഹം. ആ കഥയിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ്, ഉദ്ധരിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരു നല്ല കാര്യവും നീ നിസ്സാരവൽക്കരിക്കരുത്. അദ്ദേഹം പറയാം, നബി പറഞ്ഞതായിട്ട് അദ്ദേഹം പറയാം. അദ്ദേഹത്തോട് അള്ളാന്റെ റസൂല് പറയാണ്, അബൂദറെ, ഒരു നല്ല കാര്യവും നീ നിസ്സാരവൽക്കരിക്കരുത്. നല്ലതൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അത് നിന്റെ ഒരു സ്നേഹിതനെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തിന് ഒരു പുഞ്ചിരി സംഭാവന ചെയ്യാൻ കഴിയുമെങ്കിൽ പ്രസന്നവദനായി അദ്ദേഹത്തിന്റെ മുമ്പിൽ നിനക്ക് പ്രത്യക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ, മുഖപ്രസന്നതയോടുകൂടി പുഞ്ചിരിച്ച് അദ്ദേഹത്തെ നിനക്ക് കണ്ടുമുട്ടാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ് കേട്ടോ. അതുപോലും നീ നിസ്സാരമായി കാണരുത്. നമ്മളിലേക്ക് മടങ്ങിയിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച ആ ഉപദേശം, ആളാരാണ്? ആരാണ് അദ്ദേഹം? എവിടുത്തുകാരനാണ്? നാട്ടിലെ പ്രമാണിയാണോ? വലിയവനാണോ? ചെറിയവനാണോ? സമ്പന്നനാണോ? പണ്ഡിതനാണോ? അതൊന്നും നോക്കാതെ, മോമിനാണോ അല്ലാത്തവനാണോ എന്നൊന്നും നോക്കാതെ
തന്റെ പാർട്ടിയിൽപ്പെട്ടവനാണോ അല്ലേ എന്ന് നോക്കാതെ, അനുകൂലിയാണോ എതിരാളിയാണോ എന്ന് നോക്കാതെ, താൻ കണ്ടുമുട്ടുന്നവരോടൊക്കെ ഒരു പുഞ്ചിരി അവർക്ക് സംഭാവന ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നത് ഏറ്റവും നല്ല ഒരു സ്വഭാവമാണ്. അതിനെ നീ നിസ്സാരവൽക്കരിക്കരുത്. അത് സാരവത്തായ സ്വഭാവമാണ്. വളരെ ലളിതമാണത്. ആർക്കും നടപ്പിലാക്കുവാൻ കഴിയുന്നതാണ്. കാണുന്ന ഒരു മനുഷ്യനൊരു പുഞ്ചിരി അങ്ങോട്ട് സംഭാവന ചെയ്യുന്നത്, സലാം പറയുന്നത്. അങ്ങനെയാണല്ലോ ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ചും തന്റെ ആൾക്കാരാണെങ്കിൽ അവർക്ക് സലാം പറയാം, തനിക്ക് പരിചയമുണ്ടെങ്കിൽ അവർക്ക് സലാം പറയാം, തന്നോട് അടുപ്പമുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെടുക. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. 3 പേരിങ്ങനെ നിന്ന് വർത്താനം പറയുമ്പോൾ തന്റെ അടുത്ത ഒരു സ്നേഹിതൻ മൂന്നാമനായി അപ്പുറത്തുണ്ടെങ്കിൽ ഈ 2 പേരെ അവഗണിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് അങ്ങോട്ട് നീട്ടിപ്പറയുന്ന സ്വഭാവം പോലും ഇന്ന് നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളിൽ, ഈ ജാതി സമുദായത്തിലെ അംഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സലാം പറയുന്ന അയാൾക്കാണ്. 2 ആളുകളുണ്ട്, അവരെ മാറ്റിയിട്ട് അവരെ തോൾക്കൂടി മറ്റേ ആൾക്ക് അസ്സലാമു അലൈക്കും എന്നിട്ട് കൈ കൊടുത്തിട്ട് ഇവരെ 2 ആളെ അവഗണിച്ചിട്ട് പോകുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ, നമുക്കിടയിൽ സംഘടനാ വ്യത്യാസം, പാർട്ടി വ്യത്യാസം, അനുകൂലിയാണ്, പ്രതിയോഗിയാണ്, എതിരാളിയാണ്, അതൊക്കെ പരിഗണിച്ചുകൊണ്ട് പോകുന്ന ഈ സമൂഹത്തിനിടയിൽ അബൂദറുൽ ഗിഫാരിയെ പോലെയുള്ള ഒരു വലിയ ഗോത്രത്തലവനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വർത്താനങ്ങളിൽ ഒരു വർത്താനം വളരെ നിസ്സാരമെന്ന് നിനക്ക് തോന്നുന്നത് പോലും നീ അവഗണിക്കരുത് കേട്ടോ. നിന്റെ ഒരു സ്നേഹിതനെ കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നല്ല പ്രസന്നമായ മുഖത്തോടു കൂടി അദ്ദേഹത്തെ സമീപിക്കുവാൻ നിനക്ക് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത നല്ല കാര്യമാണ്. പൊതുവായ ചില സ്വഭാവ ഗുണങ്ങൾ, നല്ല മനുഷ്യർക്കുണ്ടാകേണ്ട സ്വഭാവ ഗുണങ്ങൾ, അത് ഓരോന്നിങ്ങനെ വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നും പറഞ്ഞു തരികയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, ആദ്യം പറഞ്ഞത് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയില്ല, റസൂലുള്ളാഹി പറഞ്ഞു എന്ന് പറഞ്ഞു തരാണ്. മൻ ഇസ്തആദ മിൻകും ബില്ലാഹി ഫായിദു, പരശുതമ്പുരാന്റെ നാമധേയത്തിൽ ആരെങ്കിലും നിങ്ങളോട് അഭയം ചോദിച്ചാൽ അവർക്ക് നിങ്ങൾ അഭയം നൽകണം. അള്ളാഹുവിനെ ഓർത്ത് എനിക്കൊരു അഭയം നൽകണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇടങ്ങേറായിട്ടാണല്ലോ പറയാ, അവർക്ക് നിങ്ങൾ അഭയം നൽകണം. അള്ളാഹുവിനെ ഓർത്ത് എനിക്ക് എന്തെങ്കിലും തരണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് നിങ്ങൾ കൊടുക്കണം. അതേപോലെ ആരെങ്കിലും നിങ്ങളെ വിളിച്ചാൽ ആ വിളി നിങ്ങൾ കേൾക്കണം. ഒമൻ സനായിലേക്കും മഅറൂഫും വക്കാഫിയു, ഒരു നല്ല കാര്യം ആരെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ പ്രത്യുപകാരം ചെയ്യണം. നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യുപകാരം ചെയ്യും. അഭയം ചോദിച്ചു, കൊടുക്കണം നിങ്ങൾ. അതേപോലെ നിങ്ങളോട് അള്ളാന്റെ പേരിൽ എന്തെങ്കിലും തരണേന്ന് ആവശ്യപ്പെട്ടു, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കണം. ആരെങ്കിലും വിളിച്ചു, വിളി കേൾക്കണം. വിളിച്ചിടത്തേക്ക് പോവുകയും വേണം. സദ്യക്ക് വിളിക്കുകയാണെങ്കിൽ പോകണം എന്ന് മാത്രമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും അതിൽപ്പെടും. 2 പേര് തമ്മിലുള്ള ബാധ്യതകൾ വിവരിച്ചപ്പോ നബി പറഞ്ഞു, ഇതാ ദാഹക്ക പറ്റിപ്പോ, വിളിച്ചാൽ നീ അദ്ദേഹത്തിന് ഉത്തരം ചെയ്യണം. അത് സദ്യക്ക് വിളിച്ചാൽ തിന്നാൻ പോകണം എന്നതിൽ മാത്രം ഒതുക്കിയിട്ടാണ് നമ്മൾ പോകാറ്. അതും അതിൽ പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങോട്ടോ പോകുന്നതിനിടയിൽ എന്നെ വിളിച്ചു, ആ വിളിച്ച ആള് പരിഗണിക്കപ്പെടേണ്ട ആളല്ലെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കാതെ പോകും. അരുത്, ആരാണോ വിളിച്ചത്, എന്നെയാണല്ലോ വിളിച്ചത്, ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കണം. അത് ഇന്ന കാര്യം പറയാനാ, അപ്പൊ സമയമല്ലെങ്കിൽ എനിക്കിപ്പോ സമയമല്ലല്ലോ സ്നേഹിത, മറ്റൊരു സമയത്ത് എന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ട് അയാളെ വെറുപ്പിക്കാതെ പോകും. അതേപോലെ ഭക്ഷണത്തിന് വിളിച്ചാൽ പോകണം, അതുമായിപ്പെട്ടേനെയാണ്. ഭക്ഷണയ്ക്ക് പോയാൽ മതി കേട്ടോ. ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ ഒരാൾ തന്ന ഭക്ഷണയ്ക്ക് കഴിച്ചാൽ മതി. എനിക്കത് ആവശ്യമില്ലെങ്കിൽ എന്നെക്കാൾ ആവശ്യക്കാർക്ക് കൊടുത്തോളൂ എന്ന് പറയലാണ് ഏറ്റവും നല്ലത്.
അതിന് പോകുന്നതിന് വിരോധമൊന്നുമില്ല, അത് നല്ലത് തന്നെ, അതിൽപ്പെട്ട്. അതേപോലെ എന്തെങ്കിലും ഒരു ഉപകാരം ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യുപകാരം ചെയ്തു കൊടുക്കണം. ഒന്നുമില്ല കയ്യിലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഈ ഹദീസിന്റെ അവസാനം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഒരു ഉപകാരം ചെയ്ത ആൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ ചെറിയ കാര്യങ്ങൾ ഒരു സമൂഹത്തിന്റെ പരസ്പര ബന്ധം ഭദ്രമാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ഉപദേശിക്കുന്ന ചെറിയ ചെറിയ ഉപദേശങ്ങൾ. നമ്മുടെ മനസ്സിലിത് വരാറില്ലല്ലോ. നമ്മുടെ മനസ്സിൽ വലിയ വലിയ കാര്യങ്ങളില്ലേ ഉണ്ടാകാറുള്ളൂ. ഇസ്ലാമിന്റെ ദീനിന്റെ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ആരാധനാ കർമ്മങ്ങൾ, ആചാര സമ്പ്രദായങ്ങളിലൂടെ കടന്നു പോകലല്ലേ നമ്മൾ. സാമൂഹ്യ മര്യാദകൾ, സാധാരണഗതിയിൽ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കേണ്ട മര്യാദകൾ, അതൊക്കെ ആയിരിക്കേണ്ടേ യഥാർത്ഥത്തിൽ നമ്മുടെ വയതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. കാരണം ജനങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞുകൊടുത്തത് ഇങ്ങനെ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കിക്കൊടുത്ത് മനുഷ്യരെ അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ കിട്ടുകയില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാകാൻ കിട്ടുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരവരുടെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കാനും കഴിയില്ല. താല്പര്യക്കാരാണല്ലോ ഈ മുഴുവൻ നാശവും സമൂഹത്തിനിടയിൽ ഉണ്ടാക്കുന്നത്. താല്പര്യക്കാർ എന്തെങ്കിലും താല്പര്യം അവർക്കുണ്ടാവും. സാമ്പത്തിക താല്പര്യം, അധികാര താല്പര്യം, സ്വാധീന താല്പര്യം. ഇനി അതൊന്നും അല്ലെങ്കിൽ കുറെ ആൾക്കാർ എന്നെ ബഹുമാനിക്കണമെന്ന താല്പര്യമെങ്കിലും. ഇമാം അഹമ്മദ്, അബൂ ദാവൂദ് പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞതായി പറയുന്നു, ചെറിയൊരു കാര്യം. നിങ്ങൾ 3 പേരൊരു വഴിക്ക് നടന്നു പോകുമ്പോൾ അതിൽ ഒരാളെയാണ് വിട്ടിട്ട് രണ്ടാളിങ്ങനെ ഒറ്റക്ക് നിന്നിട്ട് വർത്താനം പറയരുത്, രഹസ്യം പറയരുത്. ഇതാ കൊന്തും സലാത്തം ബല വിനാജി സലാത്തം ബല വിനാജി സ്നാനി ദൂനല്ലാഹ്. 3 ആൾ ഒന്നിച്ചു പോവുകയാണ്. ആ പോകുന്നതിനിടയിൽ 2 ആളിങ്ങനെ മാറി നിന്നിട്ട് മറ്റേ ആൾ കേൾക്കാതെ രഹസ്യം പറയാം. അങ്ങനെ ചെയ്യരുതിട്ടോ. അത് മറ്റേ ആളെ വല്ലാതെ വേദനിപ്പിക്കൂലേ. ഒരു സമൂഹത്തിലൊക്കെ ആണെങ്കിൽ വിരോധമില്ല. ഒന്നിച്ചൊരു കൂട്ടം ആൾക്കാരാണ്. ആ ആൾക്കാരുടെ കൂട്ടത്തിൽ 2 ആൾ രഹസ്യം പറഞ്ഞുകൂടാന്നല്ല. 3 ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒപ്പം അല്ലെങ്കിൽ ഒപ്പം ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വേറെ അടുത്തേക്ക് പോവുക. അതിൻ്റെ ഇടയിൽ മറ്റൊരാളെ വിളിച്ചാൽ പറയരുത്, കാര്യം പറയട്ടാണ് കൊണ്ടുപോകും. മറ്റേ ആൾക്കാർക്ക് സംശയം, പഠിച്ചവൻ എന്നെ കുറിച്ചാണോ പറയുന്നത്, അല്ല എന്താണ് അയാൾ പറയുന്നത്, അയാളെ വേദനിപ്പിക്കൂലേ. അത് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അയാളെ വല്ലാതെ വേദനിപ്പിക്കും. വളരെ ചെറിയൊരു കാര്യമല്ലേ, പക്ഷെ നമ്മളൊക്കെ ചെയ്യാറില്ലേ ഇതുപോലെ പലതും നമ്മൾ ചെയ്യാറില്ലേ. ഇത് ബുഖാരി, മുസ്ലിം മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ബുഖാരി, മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമ്മൾ വയതിൽ ഇത്തരം കാര്യങ്ങൾ വരാത്തതുകൊണ്ടാണ് നമ്മളിതൊന്നും കേൾക്കാത്തത്. അതേപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് അല്ല, അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരാൾ വേറൊരാളെ വല്ലാതെ മദഹ് പ്രശംസിച്ചു. മദഹ്. അപ്പൊ നബി പറഞ്ഞു, റസൂലുള്ള പറയാ, ഫക്കാല വൈലക് ഖതഅത ഉനക അഖീഖ്, നാശം, നീ നിന്റെ സഹോദരന്റെ പെരടി പൊട്ടിച്ചല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാ. മറ്റേയാളെ മദഹ് ചെയ്തതാണ്. അയാൾ ആരാണെന്നറിയോ, ഇദ്ദേഹം ആരാണെന്നറിയോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ മദഹ് ചെയ്യാണ്. നമ്മളെ സ്വാഗത പ്രസംഗം പോലെ. സ്വാഗത പ്രസംഗമല്ലേ നമ്മുടെ പൊതുപരിപാടികളിലെ സ്വാഗത പ്രസംഗം. മുഖത്ത് നോക്കിയിട്ട് അയാളിങ്ങനെ പുളിന്റെ മുകളിൽ ഇങ്ങനെ കയറുകയും ചെയ്യും. പുളിന്റെ മുകളിൽ അയാളിങ്ങനെ കയറ്റുക. പറഞ്ഞിട്ട് ആരാണെന്നറിയാമോ? പണ്ട് പറഞ്ഞത് ഏതോ രാഘവൻ ചത്തിട്ടോ ഏതോ ഒരു ആന ചത്തിട്ട് അതിന്റെ എന്തോ അനുസ്മരണം നടക്കുമ്പോൾ ഈ പ്രസംഗിക്കാൻ വരുന്ന ആൾക്കാർക്ക് മരിച്ചത് ആനയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു, ചരിഞ്ഞത്. അപ്പൊ രാഘവൻ എന്നാണ് പേര്. അപ്പൊ രാഘവൻ ആരായിരുന്നു? ഈ നാടിന് എന്തെല്ലാം ചെയ്തു, അദ്ദേഹം എന്തായിരുന്നു എന്നറിയാമോ? ഈ രാജ്യനിവാസികൾക്ക് എന്തെല്ലാം സേവനമാണ് അദ്ദേഹം ചെയ്ത്. അപ്പൊ ആരോ പിന്നെന്ന് പറഞ്ഞു കൊടുത്താ ഇത് ആനയാണ്. അത് ശരി, ആനയെ കുറിച്ചാണല്ലേ. മദഹ് പറയുമ്പോൾ നമുക്ക് തന്നെ നോക്കലുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ മദഹ് പറഞ്ഞപ്പോ പറഞ്ഞെന്താ, ഓ എടെ സ്നേഹിത, നിന്റെ സ്നേഹിതന്റെ പെരടി നീ മുറിച്ചു കളഞ്ഞല്ലോ, ഒടിച്ചു കളഞ്ഞല്ലോ. ഖതഅത ഉനക അഖീഖ്, നിന്റെ സഹോദരന്റെ, നിന്റെ സ്നേഹിതന്റെ പെരടി മുറിച്ചല്ലോ. അത്ര മോശപ്പെട്ടൊരു പണിയാണ് നീ ചെയ്തത്.
അത് 3 വട്ടം പറഞ്ഞു എന്നാണ്. ഈ ഹദീസും ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതറിയാത്തവരൊന്നുമല്ലല്ലോ നമ്മളിങ്ങനെ ആൾക്കാരെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഇരുത്തിയാണ്ട് ഇങ്ങനെ അയാളെ മധു പറയുമ്പോൾ ഈ അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടെന്ന് അറിയാത്തവരൊന്നുമല്ല, അറിയുന്നവർ തന്നെയാണ് ഈ പറയണത്. പക്ഷെ അമ്മക്കാനും പറയണം, കാരണം മറ്റവൻ പറയുന്നില്ലേ, അവൻ പറയുന്നുണ്ടല്ലോ. അവനെവിടുന്ന് പറഞ്ഞു? അവൻ ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് പറഞ്ഞു. ബ്രിട്ടീഷുകാരൻ രാജ്യത്തെ നടപ്പാക്കിയത്. അവനെ കുറെ അങ്ങോട്ടും മതി ചെയ്യുമ്പോഴല്ലേ ഇങ്ങോട്ടും കുറെ മതി കിട്ടുള്ളൂ. അവൻ വലിയവനാണ്, മേലാളനാണ്, ഉന്നതനാണെന്ന് ഈ പറഞ്ഞ ആളെ കുറിച്ച് കുറച്ച് സമയം കിട്ടുമ്പോൾ മറ്റേ ഈ ആളും ഉന്നതനാകുന്നു, മഹാനാകുന്നു എന്ന് പറയും. അപ്പൊ എനിക്കും കുറെ മഹത്വം കിട്ടണമെങ്കിൽ ഞാൻ അങ്ങോട്ടും കുറെ മഹത്വം പറയണം. അതാരുണ്ടാക്കി? ഏത് സമ്പ്രദായം? എവിടെ നിന്ന് വന്നു? എന്തിനാണ് അതിന്റെ ആവശ്യം? വേണം. ഒരു സദസ്സിൽ ഒരാൾ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അയാൾ പരിചയമില്ലാത്ത, സദസ്സിന് പരിചയമില്ലാത്ത ആളാണെങ്കിൽ പറഞ്ഞ് പരിചയപ്പെടുത്തിക്കണം, ഇയാൾ ഇന്ന ആളാണ്, പിന്നെ നാട്ടുകാരനാണ്, അദ്ദേഹം നമ്മൾ വിളിച്ചിട്ട് വന്നതാണ്, ഇന്ന വിഷയം അദ്ദേഹം പറയും. ആ വിഷയവുമായി ബന്ധപ്പെട്ട ആൾക്ക് കുറെ അറിവൊക്കെ ഉണ്ട്. ആ അറിവ് നമ്മൾ പകരാൻ വേണ്ടി, നമുക്ക് കിട്ടാൻ വേണ്ടി വിളിച്ചതാണ്. ഇയാൾ ഇന്ന ഗുരുവായൂർക്കാരനാണ്, നല്ലവനാണ്, നല്ലൊരു മനുഷ്യനാണ്, നമ്മളറിവിൽ മതി, എത്ര മതി. അതിനപ്പുറം അദ്ദേഹത്തിന്റെ മതി എല്ലാവർക്കും അറിയുന്ന ആളെയും സ്വാഗതം പറഞ്ഞാലോ? എല്ലാവർക്കും അറിയുന്ന ആളെ, ഒരു സംഘടനയുടെ പ്രസിഡന്റ്, ആ നാട്ടിൽ കൂടിയ മുഴുവൻ ആളുകൾക്കും അയാൾ അറിയാം. പക്ഷെ എന്നിട്ട് പിന്നെയും അദ്ദേഹത്തിനും സ്വാഗതം. അല്ലെങ്കിൽ തന്നെ സ്വാഗതം എന്നുള്ള വാക്കെന്താ? വന്നു കഴിഞ്ഞിട്ട് പിന്നെ സ്വാഗതം അഭിയന്മാർ വരുന്നതിന് മുമ്പല്ലേ സ്വാഗതം? വെൽക്കം, നല്ല വരവ്. വന്നല്ലോ ഇയാൾ ഇവിടെ, പിന്നെന്ത് നല്ല വരവ്? പക്ഷേ നമുക്കതൊന്നും അറിഞ്ഞൂടാ. നമ്മൾ മറ്റവൻ ചെയ്തതിന്റെ പിന്നാലെ അവനെന്ത് ചെയ്തോ അത് തന്നെ എനിക്കും ചെയ്യണം, അവനെന്ത് പറഞ്ഞോ അത് തന്നെ എനിക്കും പറയണം, അവനെന്ത് കാട്ടുന്നുവോ അതൊക്കെ ഞാനും കാട്ടണം. ഇങ്ങനെ അനുകരണ ഭ്രമമുള്ള ഒരു സമൂഹമായി മാറിയാൽ സ്വതന്ത്രമായി ചിന്തിക്കാൻ പിന്നെ ആരുണ്ടാവും ഈ ലോകത്ത്? അതിരിക്കട്ടെ, അത് പിന്നെയും പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുക, ഇദാ റഅയ്തുമുൽ മദ്ദാഹിന ഫയസു ഫീ വുജൂഹിഹിം തുറാബ്. മദ്ഹ് പറയുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ അവരുടെ വായിലെ മുഖത്ത് മണ്ണ് വാരി എറിയണം. മദ്ഹ് പറയുന്ന ഒരാളെങ്ങനെ പ്രശംസിക്കുന്ന ആളെ കണ്ടാൽ ആ പ്രശംസിക്കുന്നവന്റെ വായിലെ മുഖത്തേക്ക് മണ്ണ് വാരി എറിയണം. മണ്ണ് കിട്ടാത്തിടത്താണ് സാധാരണ നടക്കൽ, അതുകൊണ്ട് ആരും അറിയില്ല. മണ്ണ് കിട്ടുന്നിടത്താണെങ്കിൽ അത് ചെയ്യണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ബുഖാരി മുസ്ലിം എല്ലാവർക്കും അറിയുന്നതല്ലേ? അബൂ ഹുറൈറ, ആയിഷ റളിയല്ലാഹു അൻഹ രണ്ടുപേരും ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. അവർ നിസ്കരിക്കുന്നിടത്തേക്കാ വന്നത്. നിസ്കരിക്കാൻ ഏതോ ഒരു പള്ളിയിൽ ഇന്ന് വിചാരിച്ചോളൂ. ആ നിസ്കരിക്കുന്ന ആളുകളിൽ ഒരാൾ ഉറക്കെ ഓതുകയാണ്, ഖുർആനാ ഓതുന്നത്. ഒക്കെ അലത്ത് അസ്വാത്തുഹും ബിൽ ഖിറാ. ആ നിസ്കരിക്കുന്ന ആളുകൾ ഖുർആൻ ഓതിയിട്ട് ഒച്ചുണ്ടാക്കൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണോ, ഇന്നൽ മുസല്ലി യുനാജി റബ്ബഹു. നിസ്കരിക്കുന്ന ആള് അവന്റെ റബ്ബിനോടാണ് വർത്താനം പറയുന്നത്. നിസ്കരിക്കുന്നത് ആരായാലും അവർ വർത്താനം പറയുന്നത് അവരുടെ റബ്ബിനോടാണ്. അതുകൊണ്ട് ഫൽയൻദുർ ബിമ യുനാജി. എന്താണ് പടച്ചവനോട് പറയുന്നത് എന്ന കാര്യമല്ലേ അയാളെ മനസ്സിലുണ്ടാകേണ്ടത്. ഇത് ഈ ഒച്ചയിട്ടാൽ അവന്റെ മനസ്സിൽ വല്ലതും ഉണ്ടാവുമോ? അവനും ഒച്ചിടുന്നു, ഇവനും ഒച്ചിടുന്നു, സകല ആൾക്കാരും ഒച്ചിടുന്നു, എല്ലാവരും കൂടി ഒച്ചിട്ടിട്ട് ഒച്ചിടുന്ന ആൾക്കാരുടെ മനസ്സിൽ വല്ലതും ഉണ്ടാവും. ഫൽയൻദുർ ബിമ യുനാജി റബ്ബഹു. റബ്ബിനോട് എന്താണ് പറയുന്നത് എന്നതല്ലേ അവൻ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് വലാ യജ്ഹർ ബഅദുക്കും അലാ ബഅദിൻ ബിൽ ഖുർആൻ. ഖുർആൻ ഓതിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചുണ്ടാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഖുർആൻ ഓതിക്കൊണ്ട് ഒച്ചുണ്ടാക്കരുത്, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കരുത്. ഖുർആൻ ഓതിയുണ്ടേ തബ്രാനി റിപ്പോർട്ട് ചെയ്യുന്നു ഹദീസ്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടതായ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ എന്ന നിലക്ക് നമ്മൾ ചെയ്യാറുള്ള കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഇമാം അസ്സലാം വീടി മൗമീങ്ങൾക്ക് കേൾക്കാവുന്ന രീതിയിൽ ഇമാമ ദുആഇന് ആമീൻ പറഞ്ഞ് പോകുന്നത് അത് ഇസ്ലാം എന്ന് പുറത്തു വന്ന കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ടാവാം, അവരോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമല്ല. അവരൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോരുടെ അഭിപ്രായം വെച്ച് പുലർത്താൻ. പക്ഷെ അവിടെ അത് വേണമെന്ന് പറയുന്ന ആളുകൾ, ഫത്വൽ മൊയ്ൻ എന്നൊരു കിതാബ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
സാധാരണ എല്ലാ പള്ളി ദർസുകളിലും ഫിഖ്ഹിന്റെ തുടക്കം പത്തുൽമയിലൂടെയാണ്. 10 കിതാബ് കഴിഞ്ഞോ എന്തെങ്കിലും കഴിഞ്ഞാൽ പിന്നെ ഓന്ന കിതാബാണ്. ഞാനൊക്കെ പള്ളി ദർസിലാണ് ഓടി, നിങ്ങൾക്കറിയാലോ. വേറൊരു കോളേജിൽ ഞാൻ പഠിച്ചിട്ടില്ല. പള്ളി ദർസിൽ മാത്രം പഠിച്ചാൽ ഓതിയാളും ഉസ്താദന്മാരടുത്ത്. അതിന് ഫത്തുൽമയിൽ ഇമാമ എന്താണ് സലാം വീടിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഫത്തുൽമീൻ എല്ലാവർക്കും അറിയാം, എൻ്റെ പരിഭാഷയുണ്ട്, മലയാളത്തിലുണ്ട്. അത് ഇമാം അവിടെ എഴുന്നേക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇമാം സലാം വീടി കഴിഞ്ഞാൽ ഇമാം അവിടെ എഴുന്നേക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ആ ശ്രേഷ്ഠമായ കാര്യം ഒഴിവാക്കിയാൽ, ഇത് ഖുർആൻ ഹദീസും ഞാൻ പറയുന്നുണ്ടോ, ഇവിടെ സമസ്തക്കാരും അതുപോലെ തന്നെ എല്ലാവിധ പിന്നെ സുന്നി പണ്ഡിതന്മാരും അങ്ങേയറ്റം ആദരിക്കുന്ന അവരുടെ പാഠപുസ്തകമായ ഫത്തുൽ മുഈനിലെ ഇബാറത്ത് വേണമെങ്കിൽ ഞാൻ വായിച്ചു. അമൽ ഇമാമു ഇദാ തറക്കൽ ഖിയാമ മിൻ മുസല്ലാഹു അല്ലദീ ഹുവ അഫ്ളലു ലഹു. മുസല്ലയിൽ നിന്ന് ഇമാം എഴുന്നേൽക്കുക എന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അദ്ദേഹം ഒഴിവാക്കിയാൽ സുമ്മൽ അഫ്ളലു, പിന്നെ അയാൾക്ക് ശ്രേഷ്ഠമായത് ജഅലു യമീനിഹിൽ മഅ്മൂമിൻ വയസാരിയിൽ ഖിബ്ല, മഅ്മൂമിങ്ങളുടെ ഭാഗത്തേക്ക് വലതു ഭാഗവും ഖിബ്ലയുടെ ഭാഗത്തേക്ക് ഇടതു ഭാഗവും വെച്ചിട്ട് തിരിഞ്ഞിരിക്കലാണ്. പിന്നെ അദ്ദേഹം ദിക്ർ ചെല്ലുകയോ ദ്വാരക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ്. പിന്നത്തെ അഫ്ളൽ എന്നാണ്. 2 അഫ്ളൽ വരാൻ പാടില്ല എന്നാണ് ഭാഷാപരമായി. അറബി ഭാഷയിൽ ഒരു അഫ്ളൽ വന്നാൽ പിന്നെ ഫضലേ വരാൻ പാടും. അപ്പോൾ സുമ്മൽ അഫ്ളലു എന്ന് പറഞ്ഞാൽ സുമ്മൽ ഫضലു എന്നേ വരാൻ പാടും. ഭാഷാപരമായ കാര്യം മാറ്റി വെക്കാം. എന്നാൽ പോലും അതിൽ പറഞ്ഞത് ഇങ്ങനെ, നീ അങ്ങനെ ദ്വാരക്കുകയാണെങ്കിൽ അതേ പത്തുൽ ഈ ഇബാറത്തിന്റെ താഴെ വിവരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ദ്വാരക്കുകയോ ദിക്ർ ചെല്ലുകയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ മസ്ബൂക്കുകളായി പിന്തിത്തുടർന്ന ആളുകൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ശബ്ദത്തിൽ ദ്വാരക്കലും ശബ്ദത്തിൽ ദിക്ർ ചെല്ലലും ഹറാമാകുന്നു. വയഹ്റുമു. ആയി പറഞ്ഞു നോക്കി നിങ്ങൾ. ഫത്തുൽമീനായി പറയും. എന്നിട്ട് നമ്മൾ ചെയ്യാറില്ലേ? ഫത്തുൽമീൽ പല ഖുർആൻ ഹദീസുകാരും ശരിക്കൂല. അത് പോട്ടെ, അള്ളാഹ് പറഞ്ഞു എന്നോ റസൂൽ പറഞ്ഞു എന്നും പറഞ്ഞാൽ അത് പരിഗണിക്കുന്നുള്ളൂ. ഫത്തുൽമീൽ പറഞ്ഞു എന്നാണ് പരിഗണിക്കണ്ടേ? അതിൽ പോലും ഇങ്ങനെ പറഞ്ഞ ഹറാം, ഒരു ഇമാമിനത് ഹറാമാണെന്ന് പറഞ്ഞു ഫത്തുൽമീൽ. മസ്ബൂക്കുകളായി പിന്തുടർന്ന ആളുകൾക്ക് വസ്വാസ് ഉണ്ടാകുന്ന വിധത്തിൽ ഒച്ചത്തിൽ ദുആയിരക്കലും ഒച്ചത്തിൽ ദിക്ർ ചെല്ലലും ഹറാമാകുന്നു. എന്നിട്ട് നമ്മൾ ഇറങ്ങാറാക്കാറില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇവിടെ ഖുർആൻ ഒച്ചത്തിൽ പോതിക്കൊണ്ട് നിങ്ങൾ വസ്വാസ് ഉണ്ടാക്കരുത്. നബി ചെന്നിട്ട് ഇങ്ങനെ ഒച്ചത്തിൽ ഓടുന്ന ആൾക്കാരെ കണ്ടപ്പോൾ പറഞ്ഞതാണ്. ഇത് ഇമാം തബ്രാനി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു ഹദീസ്. ആലോചിച്ചു നോക്കും. അതേപോലെ തന്നെ മുസ്ലിമീങ്ങളെ ഒന്നിച്ചു വിളിച്ചുകൊണ്ട് നബി പറയാം, യാ മഅ്ശറൽ മുസ്ലിമീൻ യാ മഅ്ശറ മൻ അസ്ലമ ബിലിസാനി വലം യഖ്ലുൽ ഈമാനു ഇലാ ഖൽബി. നാവ് കൊണ്ട് പരസ്യമായി മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ നബി അന്ന് വിളിച്ചു പോയി ചോദിക്കുകയാണ്. എന്നാൽ ഈമാൻ കൽബിലേക്ക് എത്തിയിട്ടില്ല, ഹൃദയത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ലാ തുദു അൽ മുസ്ലിമീന വലാ തുഅയ്യിറുഹും വലാ തത്തബിഉ അവറാത്തിഹിം. നിങ്ങൾ മുസ്ലിമീങ്ങളെ മനുഷ്യരെ ഇടങ്ങറാക്കരുത്. മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ പറയുമ്പോഴാണ് മനുഷ്യരെ ആരെയും നിങ്ങൾ ഇടങ്ങറാക്കരുത്, പ്രയാസപ്പെടുത്തരുത്, അവരെ നിങ്ങൾ ആക്ഷേപിക്കരുത്. അതേപോലെ അവരുടെ രഹസ്യങ്ങളുടെ പിന്നാലെ നിങ്ങൾ തുടരരുത്. ആരുടെയെങ്കിലും രഹസ്യത്തിന്റെ പിന്നാലെ ആരെങ്കിലും തുടർന്നാൽ പടച്ച തമ്പുരാൻ അവരുടെ രഹസ്യം പുറത്തു കൊണ്ടുവരും. ഇപ്പോഴല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ സദസ്സിൽ അള്ളാഹു അവരുടെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരും. എന്താ നമ്മളെ പണി? നമ്മളെ പണി എന്താ? ഏതെങ്കിലും മനുഷ്യരെ എവിടെയെങ്കിലും ആരും കാണാതെ അറിയാതെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോട്ടം. എന്നിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അത് കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുവരാൻ പുറത്ത് ആരൊക്കെ പണിയെടുക്കുന്നെന്ന് ചോദിച്ചാൽ എല്ലാ ചാനലുകാരും എല്ലാ പത്രക്കാരും. അവരെ പണി എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ രഹസ്യങ്ങൾ എങ്ങനെയാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. അതിൽ മത്സരിക്കണം. ആരതിൽ വിജയിക്കും? എല്ലാ വിഭാഗത്തിന്റെയും, അവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ എല്ലാ പ്രാസംഗികരുടെയും, എല്ലാ വയത് പറയുന്ന ആൾക്കാരുടെയും, എല്ലാ ദീനീ സന്ദേശം എത്തിക്കുന്ന ആൾക്കാരുടെയും പണി എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ള ആൾക്കാരുടെ പോരായ്മകൾ എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് വിവരിച്ചു കൊടുക്കുന്നിടത്ത് എനിക്ക് എത്ര വിജയിക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ ഞാൻ, ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന ഞാൻ,
ആക്ഷേപിക്കുമ്പോൾ അവരുടെയൊക്കെ രഹസ്യങ്ങൾ പുറത്ത് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? ഇതല്ലേ നമ്മളെ സമ്പ്രദായം, ഇതല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയാ, അങ്ങനെ ചെയ്യുന്നവരോട് ഇതിനേക്കാൾ വലിയൊരു സദസ്സിൽ അള്ളാഹു നിങ്ങൾ മറച്ചു വെച്ച രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരും. ആർക്കാടോ രഹസ്യമില്ലാത്തത്? ആരുടെ ജീവിതത്തിലാണ് പോരായ്മയില്ലാത്തത്? ഏത് മനുഷ്യരാണ് പ്രവാചകന്മാരെ മാറ്റിവെച്ചാൽ പോരായ്മയില്ലാത്ത ഏത് മനുഷ്യരാണ് ലോകത്തുള്ളത്? ആർക്ക് ആരെ കുറ്റം പറയുവാൻ എങ്ങനെ യോഗ്യത വേണം? ആരെങ്കിലും കല്ലെറിയാൻ. പക്ഷേ കുറ്റം ചെയ്യാത്തവൻ എറിയട്ടെ എന്ന് പറഞ്ഞപ്പോ എറിയാൻ ആരെങ്കിലും ഉണ്ടായോ? ഉണ്ടായിട്ടില്ലല്ലോ. ഈ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കേണ്ടത് 40 കൊല്ലമായി സുബഹി നമസ്കാരം ഖളാ-ആയിട്ടില്ലാത്ത ഒരാളാണെന്ന് ആവണമെന്ന് ഒരു സദസ്സിൽ ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞപ്പോൾ ആ കല്ലിടാൻ അവിടെ ആരും എഴുന്നേറ്റില്ലല്ലോ. നിങ്ങൾക്കറിയാവുന്ന സംഗതിയാണ്, പേരൊന്നും ഞാൻ പറയില്ല. ഒരു 40-40 കൊല്ലം മുമ്പ് നടന്നതാണെന്ന് വിചാരിച്ചോളൂ. അവിടെ ഒരു മഹാനായ മനുഷ്യൻ ആരും എഴുന്നേറ്റ് പോയി കല്ലിടാനില്ലാതെ വന്നപ്പോ അദ്ദേഹത്തിന്റെ തോളിൽ ഒരു മുസല്ല, സാധാരണ തോളിലുണ്ടാകും. ആളാരാന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കും. അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റ് പോയി ആ കല്ലിടേണ്ട സ്ഥലത്ത് പോയി ആ കല്ലിങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്തു. അദ്ദേഹം ആ കല്ലിട്ടു. അദ്ദേഹം തിരിച്ചു വന്നു. സ്റ്റേജിലേക്ക് പോയില്ല, നേരെ കാറ് കയറി തന്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തിനത് മാനക്കേട്. 40 വർഷമായി സുബഹി നമസ്കാരം ഖളാ ആകാത്ത ഒരാൾ വേണം ഈ സ്ഥാപനത്തിന് ശിലാസ്ഥാപനം കല്ലിടാൻ എന്ന് പറഞ്ഞപ്പോ ഒരു പണ്ഡിതനും ആ സദസ്സ്, ആ മനസ്സ, ആ സ്റ്റേജ് നിറച്ച് ആലിമീങ്ങളായിരുന്നു. അന്ന് ഞാൻ ആ ഭാഗത്തുണ്ടായിരുന്നു. ഒരൊറ്റ കുട്ടി അവിടെ ആ കല്ലിടാൻ പോകാനുണ്ടായില്ല. ഒരു സാധാരണ പണ്ഡിതനല്ലാത്ത ഒരു നല്ല മനുഷ്യൻ. നിങ്ങളിനി പരിശോധിച്ച് അന്വേഷിച്ചാൽ മതി, അപ്പൊ അതാരാണെന്ന് മനസ്സിലാവും. കുറ്റം പറയാൻ എല്ലാവർക്കും കഴിയും. കുറ്റം ചെയ്യാതിരിക്കാനാണ് കഴിയാത്തത്. കുറ്റം ചെയ്യാത്തവൻ കുറ്റം പറയട്ടെ, മറ്റുള്ളവരുടെ കുറ്റം ചെയ്യാത്തവൻ മറ്റുള്ളവരുടെ കുറ്റം പറയട്ടെ എന്ന് പറഞ്ഞോ? ഇവിടെ നീ ചെയ്യാത്തവനാണോ? അതല്ലേ ഹബീബ്മാരെ അള്ള പറഞ്ഞത്. അവിഹിത ബന്ധം സ്ഥാപിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടവൻ പറയാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ട് പറയരുത്. 2 ആളൊന്നിച്ച് കണ്ടു പറയരുത്. 3 ആളൊന്നിച്ച് കണ്ടു എന്നാലും പറയരുത്. 4ാമത്തെ ഒരാളെയും കൂടെ കണ്ടുവെങ്കിൽ 4 പേരും ഒന്നിച്ച് കണ്ട ഒരു സംഗതി, അപ്പൊ അവർക്ക് പറയാം. അതിനെതിരിൽ ശിക്ഷാ നടപടി എടുക്കുകയും ചെയ്യാം. 4 ആളെ കാണിച്ചുകൊണ്ട് ചെയ്യണതായി പണി. നിങ്ങളെന്തിനാ അത് പറയണതെന്നാൽ നിങ്ങൾക്ക് എന്താ അതിന്റെ ആവശ്യം? മറ്റുള്ളവരുടെ കുറവും കുറ്റവും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതാണ് പടച്ച തമ്പുരാന്റെ ചോദ്യം. നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് കിട്ടും? നല്ല നിലയിൽ ജനങ്ങൾ അങ്ങനെ പോയിക്കോട്ടെ. നിങ്ങൾ ഈ കുറ്റങ്ങളൊക്കെ കൂടിയെടുത്ത് വിളിച്ചു പറഞ്ഞ് മുഴുവൻ സദസ്സുകളിലും മുഴുവൻ കമ്പോളങ്ങളിലും മുഴുവൻ സ്ഥാപനങ്ങളുടെ മുമ്പിലും ഒച്ചട്ട് നടന്ന് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? അള്ളാഹുവിന്റെ റസൂലും നമ്മളോട് പറയുന്ന കാര്യം ഇങ്ങനെ. അതേപോലെ സാധാരണഗതിയിൽ നമ്മളിലേക്ക് വരുന്ന പല സംഗതികൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ, യാത്ര കഴിഞ്ഞ് വരുമ്പോൾ, രാത്രിയാണ് ചെന്നാണ്ട് മുന്നറിയിപ്പില്ലാതെ വീട്ടുകാരെ വിളിച്ചുണർത്തി കയറരുത്. മുൻകൂട്ടി വിവരം കൊടുക്കണം. രാത്രി ചെന്നാണ്ട് എന്താ കാരണം? തെറ്റിദ്ധാരണയില്ലാതിരിക്കാനേ. സ്വന്തം ഭാര്യയാണ് ആ വീട്ടിൽ. ഒരാൾ തന്റെ വീട്ടിലെ പഴുതിലൂടെ, ജനലിന്റെ ഉള്ളിലൂടെ തന്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാൻ പാടില്ല. എന്റെ ഭാര്യയുള്ളതിനാകട്ടെ, എന്റെ ഭാര്യ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ എത്തി നോക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അങ്ങനെ എത്തി നോക്കുകയാണെങ്കിൽ അവിടുന്ന് ഒരു ഇരുമ്പിന്റെ സാധനം എടുത്തിട്ട് കണ്ണിൽ കുത്തി കണ്ണങ്ങട്ട് പൊട്ടിച്ചാൽ അതിന് നഷ്ടപരിഹാരം നൽകേണ്ടതില്ല. എന്റെ സ്വന്തം വീട്ടിലെ കാര്യമാണ് ഈ പറയുന്നത്. ശാന്തമായി സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പും വിദ്വേഷവുമില്ലാതെ, ശത്രുതയില്ലാതെ അവരവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കുറിച്ച് നല്ലതാണെന്ന് തോന്നുന്നത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പായിരുന്നു പ്രവാചകന്മാരുടെ ലക്ഷ്യം. അതിൽ നിന്ന് മാറി നാം താല്പര്യങ്ങളുടെ പിന്നാലെ ഓടിയപ്പോൾ നമുക്ക് ശാന്തമായ സ്വൈരമായ ജീവിതം നഷ്ടപ്പെട്ടു പോയി. തിരിച്ചു വരണം നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
കൊച്ചു കൊച്ചു ഉപദേശങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് തിരിച്ചു വരണം. എന്നാൽ നമുക്ക് ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കാം. അള്ളാഹു അതിനനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ട വിദ്യാർത്ഥികൾ, അതായത് ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയാത്ത പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്ന ഒരു നല്ല സംവിധാനം ഇവിടെ ഉണ്ട്. എല്ലാ കൊല്ലവും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യവും അവരെ നിങ്ങളുടെ സഹായത്തിന് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ആ പണി, പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകാനുള്ള ആ പണിയിൽ നിങ്ങൾ സാമ്പത്തികമായി സഹായിക്കാം. അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. വാഹിറു ദുആ.